ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുനിത കിച്ചൻ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉപയോഗിച്ചിട്ടൊക്കെ വലിച്ചെറിയുന്ന ഈ ടൂത്ത് പേസ്റ്റിൻ്റെ കവർ കൊണ്ട് തന്നെ നമ്മുടെ വീട് മുഴുവൻ വൃത്തിയാക്കാനുള്ള ഒരു കിടിലം വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമ്മൾ പലപ്പോഴും ടൂത്ത് പേസ്റ്റൊക്കെ ഉപയോഗിച്ച് അത് കാലിയാകുമ്പോൾ തന്നെ നമ്മൾ അതിനെ അങ്ങ് കളയുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ആരും അത് കളയരുത് കേട്ടോ. ഇതുകൊണ്ട് കുറേ ഉപയോഗങ്ങളുണ്ട്. അപ്പം ഞാൻ ഇവിടെ ടൂത്ത് പേസ്റ്റിൻ്റെ കവർ, അപ്പം നമുക്ക് കോൾഗേറ്റിൻ്റെ ആയാലും ക്ലോസപ്പിൻ്റെ ആയാലും ഏതായാലും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ഏത് ടൂത്ത് പേസ്റ്റാണ് ഉപയോഗിക്കുന്നത് അത് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ഇവിടെ ഒരു ക്ലോസപ്പിൻ്റെയും കവർ എടുത്തിട്ടുണ്ട്. അതിനെ ഒന്ന് കുറച്ച് വെള്ളത്തിലേക്ക് ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിടാണ്. നമ്മൾ എത്ര തന്നെ നമ്മൾ അതിൽ നിന്ന് എടുത്താലും അതിൽ നിറയെ അതിൻ്റെ ആ പേസ്റ്റൊക്കെ നമുക്ക് അതിലിരിക്കും. അപ്പം നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാം ഇത് വെള്ളത്തിലേക്ക് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് കോൾഗേറ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കോൾഗേറ്റിൻ്റെ കവർ ഇതുപോലെ ഒഴിഞ്ഞിരിക്കുകയാണെങ്കിൽ അതും നമുക്കിതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് കോൾഗേറ്റും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് കുറേ ഉപയോഗങ്ങളുണ്ട് കേട്ടോ. ക്ലോസപ്പും അതുപോലെ തന്നെ കോൾഗേറ്റൊക്കെ കൊണ്ട് നമുക്ക് പല്ല് തേക്കാൻ മാത്രമല്ല കേട്ടോ, നമ്മൾ വീട് മുഴുവൻ വൃത്തിയാക്കാനുള്ള നല്ല ടിപ്സുകളുണ്ട്. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ ആ ഒരു പേസ്റ്റെല്ലാം വെള്ളത്തിൽ നല്ലതുപോലെ ഇളകി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടപ്പിലൊക്കെ നിറയെ ഇരിക്കും. അപ്പോൾ അതെല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫ്രിഡ്ജ് വൃത്തിയാക്കാനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജൊക്കെ സ്ഥിരമായിട്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ എന്നും നമുക്കത് വൃത്തിയാക്കി എടുക്കാൻ പറ്റില്ല. ഇതുപോലെ അതിൻ്റെ ആ സൈഡിലും അതിലെല്ലാം നല്ലതുപോലെ അഴുക്കൊക്കെ പറ്റി പിടിച്ചിരിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ആ ഫ്രിഡ്ജൊക്കെ നല്ലതുപോലെ ക്ലീൻ ചെയ്യേണ്ട നല്ലൊരു ടിപ്സാണ് കേട്ടോ. അപ്പം നമുക്ക് ഇതുപോലത്തെ ഈ ഡോറിൻ്റെ ഭാഗത്തൊക്കെ നമ്മളിതുപോലെ ഒന്ന് ഈ ഒരു പേസ്റ്റിൻ്റെ വെള്ളം കൊണ്ട് ഒരു സ്ക്രബ്ബറിൽ നമ്മളൊന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ തന്നെ ആ നല്ലതുപോലെ നമുക്ക് വെളുപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഇതുപോലെ കണ്ടോ, അഴുക്ക് നല്ലതുപോലെ പറ്റി പിടിച്ചിരിക്കുന്ന ഫ്രിഡ്ജിലാണ് കണ്ടോ. നമുക്ക് കൈ കൊണ്ട് തൊടുമ്പോൾ തന്നെ അറിയാം നല്ലതുപോലെ പറ്റി പിടിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ആ ഒരു പേസ്റ്റിൻ്റെ വെള്ളം കൊണ്ട് തന്നെ നല്ലതുപോലെ വൃത്തിയാക്കി എടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഇവിടെ ഒരു സ്പോഞ്ച് പോലത്തെ ഒരു സ്ക്രബ്ബറിൽ കുറച്ചൊന്ന് അത് മുക്കിയെടുക്കുകയാണ്. അതിനുശേഷം നല്ലതുപോലെ ആ വെള്ളം എല്ലാം ഊറ്റി കളഞ്ഞ ശേഷം നമുക്കിതിലേക്ക് തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതിൽ വെള്ളമൊന്നും കൂടുതൽ തേക്കാതെ തന്നെ ഇതൊന്നും കൊണ്ട് നമ്മൾ നല്ലതുപോലെ ആ ഫ്രിഡ്ജിലൊന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ ആ അഴുക്കെല്ലാം നല്ലതുപോലെ പോയി കിട്ടും. അപ്പോൾ നിങ്ങൾക്കിത് തേക്കുമ്പോൾ തന്നെ അറിയാം ആ ഫ്രിഡ്ജിൻ്റെ ആ പുറത്തുള്ള അഴുക്കെല്ലാം നല്ലതുപോലെ പോയി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് സൈഡിലും അതിൻ്റെ ഫ്രിഡ്ജിൻ്റെ ആ ഡോറിൻ്റെ സൈഡിലുള്ള എല്ലാ ഇതിലും നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്കൊരു നനഞ്ഞ തുണി കൊണ്ട് നല്ലതുപോലെ തുടച്ചെടുക്കാം. അപ്പോൾ ഒരു തോർത്തോ അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണിയോ എന്തെങ്കിലും ഒന്ന് വെള്ളത്തിൽ മുക്കി നല്ലതുപോലെ പിഴിഞ്ഞെടുത്ത ശേഷം ഇതുപോലെ ഒന്ന് തുടച്ച് കൊടുക്കുക. അപ്പോൾ തുടയ്ക്കുമ്പോൾ തന്നെ അറിയാം നല്ലതുപോലെ വെളുത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഫ്രിഡ്ജിൽ ഇതുപോലെ എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് നല്ലതുപോലെ ഒന്ന് കൊടുത്ത ശേഷം ഒന്ന് തുടച്ചെടുത്താൽ മതി കേട്ടോ. നല്ലതുപോലെ ഒരു ഈർപ്പമുള്ള തുണി കൊണ്ട് അതൊന്ന് തുടച്ചെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ഡോറിൻ്റെ സൈഡിലുള്ള അഴുക്കും അതുപോലെ തന്നെ കറയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് നല്ലതുപോലെ മാറിക്കിട്ടും കേട്ടോ. നമ്മൾ സോപ്പോ ഒന്നും ഉപയോഗിക്കേണ്ട, ഈ ഒരു കോൾഗേറ്റിൻ്റെ ആ ഒരു വെള്ളം ഉപയോഗിച്ച് തേച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാൽ നമ്മൾ ഇതുപോലത്തെ ചെറിയ ചെറിയ ബോട്ടിലൊക്കെ നമ്മൾ ഉപയോഗിച്ച ശേഷം വലിച്ചെറിയുകയാണ് ചെയ്യണം. അപ്പോൾ ഇതൊന്നും കളയണ്ട കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് നല്ലൊരു ടിപ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആ ഒരു പുറത്തുള്ള ഒരു അടപ്പൊന്ന് നമ്മളത് കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യണം. അത് പൊട്ടിക്കുമ്പോൾ തന്നെ അതങ്ങ് ഇളകി വരും. അപ്പോൾ അത് കളഞ്ഞ ശേഷം നമ്മൾ ഈ കോൾഗേറ്റിൻ്റെ ഇതുപോലെ ആ ക്ലോസപ്പിൻ്റെ കട്ട് ചെയ്ത ആ ഒരു കൊണ്ട ഭാഗമില്ലേ, അതൊന്ന് നമുക്ക് ഇതിലേക്കൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ എന്തിനാണെന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മളെ വീടുകളിലൊക്കെ തിരിയൊക്കെ വൈകുന്നേരങ്ങളിൽ കത്തിക്കാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കത്തിക്കുന്ന വീട്ടിൽ ഇതുപോലെ നമ്മൾ തിരിയൊക്കെ ഇറക്കി വെച്ച് കൊടുത്ത ശേഷം കത്തിക്കുകയാണെങ്കിൽ അത് ഒരു സൈഡിൽ തന്നെ നമുക്ക് വെച്ച് കൊടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ തറയിലൊന്നും വന്ന് വീഴാതെ തന്നെ അത് കത്തി തീരുന്നത് വരെ നമുക്ക് അതിൽ തന്നെ വെച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് നല്ലൊരു ടിപ്സാണ്, എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു ടിപ്സാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. എല്ലാവരും എൻ്റെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് തരണേ.
അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നമ്മൾ കോൾഗേറ്റിൻ്റെ കവർ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്സാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതാകുമ്പോൾ നമുക്ക് ഒരു സൈഡിലൊന്ന് ഒതുക്കി വയ്ക്കാനും എല്ലാത്തിനും പറ്റും കേട്ടോ, ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ നല്ലൊരു ടിപ്സ് അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടും. ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ? അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ സിങ്കൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിച്ച ശേഷം നമ്മൾ നല്ലതുപോലെ ആ എണ്ണയുടെ മയമൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ പോയി കിട്ടാൻ വേണ്ടി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ കോൾഗേറ്റിൻ്റെ വെള്ളം കുറച്ചൊന്ന് ഒഴിച്ച് കൊടുത്ത ശേഷം ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ച് നല്ലതുപോലെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു എണ്ണയുടെ വിഴുവഴുപ്പെല്ലാം ഒന്ന് മാറിക്കിട്ടും. നമ്മൾ സോപ്പോ ഒന്നും ഉപയോഗിക്കേണ്ട. ആ ഒരു കോൾഗേറ്റ് പക്ഷെ നല്ലൊരു മണവും കിട്ടും കേട്ടോ. ആ സിങ്കിൻ്റെ അകമൊക്കെ നല്ലൊരു മണവും കിട്ടും. അപ്പം നമുക്ക് ഇത് കോൾഗേറ്റ് കൊണ്ട് പല്ല് തേക്കാൻ മാത്രമല്ല കേട്ടോ, പല ഉപയോഗങ്ങളുണ്ട്. കണ്ടോ, ആ ഒരു എണ്ണമയം എല്ലാം നല്ലതുപോലെ മാറി കിട്ടിയിട്ടുണ്ട്. ആ സിങ്ക് നല്ലതുപോലെ വെളുത്തിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ സിങ്ക് മാത്രമല്ല കേട്ടോ, നമ്മൾ ആ പൈപ്പിൻ്റെ പുറത്തൊക്കെ വരുന്ന ആ ഒരു അഴുക്കും അതുപോലെ തന്നെ കറയൊക്കെ മാറ്റി കിട്ടാനും ഇത് നല്ലൊരു ടിപ്സാണ്. അപ്പോൾ അതുപോലെ കുറച്ച് കോൾഗേറ്റിൻ്റെ ഇതൊന്ന് സ്ക്രബ്ബറിൽ മുക്കിയ ശേഷം ആ പൈപ്പിൻ്റെ പുറത്തൊക്കെ ഒന്ന് തേച്ച് കൊടുത്ത ശേഷം നമ്മൾ നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്താൽ മതി കേട്ടോ. എത്ര അഴുക്കുണ്ടെങ്കിലും അതെല്ലാം ഒന്ന് പോയി കിട്ടും കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമ്മുടെ വീട് മൊത്തം വൃത്തിയാക്കാനുള്ള നല്ലൊരു ടിപ്സുകളാണ് കേട്ടോ ഈ കോൾഗേറ്റിൻ്റെ കവർ, വേസ്റ്റാക്കി കളയുന്ന ആ കവർ കൊണ്ടുള്ള ഉപയോഗങ്ങൾ. അപ്പോൾ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, വെറുതെ നമ്മൾ വേസ്റ്റാക്കി കളയാതെ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അത് മാത്രമല്ല, നമ്മൾ ഗ്യാസൊക്കെ ഉപയോഗിച്ച ശേഷം നമ്മൾ എണ്ണയൊക്കെ തെറിച്ച് ആ ഒരു ഗ്യാസിൻ്റെ പുറത്തൊക്കെ ഇതുപോലെ വീണ് കിടക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ പോയി കിട്ടാൻ വേണ്ടി നമ്മൾ ഇതുപോലെ കുറച്ച് ആ കോൾഗേറ്റിൻ്റെ വെള്ളം ഒന്ന് ഇത് സ്ക്രബ്ബറിൽ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ ആ ഒരു എണ്ണമയവും ഇതെല്ലാം ഒന്ന് മാറിക്കിട്ടും. ഉറുമ്പിൻ്റെയൊക്കെ ശല്യം കുറയാൻ നല്ലൊരു ടിപ്സാണ് കേട്ടോ. അതിനുശേഷം നമ്മളൊരു തുണിയിൽ വെള്ളം മുക്കിയ ശേഷം ഒന്ന് എല്ലായിടത്തും ഒന്ന് തുടച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എത്ര കറ പിടിച്ച അഴുക്കും അതെല്ലാം ഒന്ന് മാറിക്കിട്ടും. നല്ലതുപോലെ പതഞ്ഞ് കിട്ടും കേട്ടോ. ആ കോൾഗേറ്റിൻ്റെ സോപ്പൊന്നും ഉപയോഗിക്കാതെ തന്നെ ആ കോൾഗേറ്റിൻ്റെ ആ ഒരു വെള്ളം കൊണ്ട് തന്നെ തേച്ച് കൊടുത്താൽ മതി. നല്ലതുപോലെ എല്ലായിടത്തുള്ള അഴുക്കും നമുക്ക് പോയി കിട്ടും കേട്ടോ. അപ്പം ഞാൻ ഇതിനു മുമ്പേ ഉള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, കോൾഗേറ്റ് കൊണ്ട് നമ്മൾ അടുപ്പിൻ്റെ പുറമൊക്കെ വൃത്തിയാക്കുന്നതെല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഞാൻ അതവിടെ നല്ലതുപോലെ എല്ലാ ഭാഗത്തും, അതുമാത്രമല്ല ആ ടൈലിൻ്റെ പുറത്തും എല്ലായിടവും ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുകയാണെങ്കിൽ ഉറുമ്പിൻ്റെ ശല്യമൊക്കെ കുറഞ്ഞ് കിട്ടും കേട്ടോ. നമുക്ക് ഈ സമയത്തൊക്കെ നല്ലതുപോലെ ഉറുമ്പും അതുപോലെ തന്നെ ഈച്ചയുടെ ശല്യമൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഉറുമ്പിൻ്റെ ഈച്ചയുടെ ശല്യമൊക്കെ നല്ലതുപോലെ കുറഞ്ഞ് കിട്ടും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നല്ല ടിപ്സുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് കാണിച്ച എല്ലാ ടിപ്സുകളും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും ആരും മറന്നു പോവല്ലേ.